തൃപ്പൂണിത്തുറ പോക്സോ കേസ് പരാതിയിൽ പോലീസ് നടപടി വൈകുന്നുവെന്നും ആരോപണമായിരുന്നു. ആരോപണവുമായി 14-കാരിയുടെ മാതാവാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ സുഹൃത്തിൻ്റെ ഭർത്താവിൽ നിന്നാണ് പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടത്. ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നുവെന്നും പെൺകുട്ടിയുടെ ഫോട്ടോ പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് നീക്കണമെന്നും പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെടുന്നു. ആ പ്രതികരണം ചെയ്തത് 17-ാം തീയതി അന്നും ചെയ്തിട്ടുണ്ട്. ഇവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇവരാരും അറിയാതെ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. 15-ാം തീയതി അന്ന് രാത്രിയിൽ ഇവൻ ചെയ്തു. 17-ാം തീയതി FIR ഇട്ട കേസ് എന്തുകൊണ്ടാണ് 21-ാം തീയതി ഈ പ്രതികൾ ഇവിടുന്ന് കടന്നു കളഞ്ഞത്? ഇവര് കയറിപ്പോകുന്നെന്ന് ഒരുപാട് വട്ടം പോലീസിനെ വിളിച്ചതാണ്. ഞാനൊരു മാതാവാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തതാണ്. ഇവര് പോകുന്നുണ്ടെന്ന് ഞാൻ അറിയിച്ചതാണ്. അപ്പൊ അവര് പറഞ്ഞു അവര് കേസ് നോക്കിക്കോളാം, കമ്മീഷണറാണ് ഇപ്പൊ കേസ് നോക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ കുഞ്ഞ് ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. എന്തിനാണ് ഈ വ്യക്തി ഞങ്ങളുടെ പുറകെ വന്ന്, ഈ ഷംനായി ഹിഷാമും ഞങ്ങളുടെ പുറകെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തിനാണ്? ഇതിന് ഞങ്ങൾക്കൊരു നീതി വേണം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ വയ്യ. ഓക്കെ, വല്ല ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഗൗരവമായ പോലീസ് അന്വേഷണം ഇക്കാര്യത്തിലും ആവശ്യപ്പെടുന്നു. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ആ 14-കാരിയുടെ മാതാവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടി വലിയ മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്നുള്ളത് തന്നെയാണ്. ആ കുട്ടി ഇതിനോടകം തന്നെ നിരവധി തവണ കൗൺസിലിംഗും മറ്റും നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ആഘാതത്തിൽ നിന്ന് ഇനിയും ആ കുഞ്ഞ് കരകയറിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിലാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന ഈ 14-കാരിയുടെ ഈ അതിജീവിതയുടെ മാതാവ് തന്നെ ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ FIR ഇട്ടതിന് ശേഷം പ്രതികൾ ഈ രാജ്യം വിട്ടുപോയെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പോലീസിന് നൽകിയെങ്കിലും അവരെ പിടികൂടാനോ അല്ലെങ്കിൽ മറ്റ് നടപടിയിലേക്ക് കടക്കാനോ പോലീസിന് കഴിയുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമുള്ളത്. പെൺകുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിന്റെ ഭർത്താവിൽ നിന്നാണ് ഈ പെൺകുട്ടിക്ക് ലൈംഗിക അതിക്രമം നേരിട്ടത്. ശേഷം ഈ കുട്ടിയുടെ ചില ദൃശ്യങ്ങൾ, ഫോട്ടോകൾ ഈ മൊബൈൽ ഫോണിൽ അവർ പകർത്തുകയും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏതാണ്ട് ഇങ്ങനെ 5 ലക്ഷം രൂപയോളം താൻ കൊടുത്തു എന്നാണ് ഈ അതിജീവിതയുടെ മാതാവ് പറയുന്നത്. അത് ഈ കുട്ടിയുടെ ചിത്രങ്ങൾ പുറത്തു പോകണ്ടല്ലോ എന്ന് ഭയന്നാണ് താൻ ഇത്തരത്തിലേക്ക് ആ പണം നൽകിയതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇവരുടെ പക്കൽ, ഈ പ്രതികളുടെ പക്കൽ 3 മൊബൈൽ ഫോണുകളാണുള്ളത്. ഈ മൊബൈൽ ഫോണുകളിൽ നിന്നായി കുഞ്ഞിന്റെ ചിത്രങ്ങൾ അത് എത്രയും വേഗം പിടികൂടി നശിപ്പിച്ച് കളയണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസ് കൃത്യമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണം. പ്രതികളെ വേഗം പിടികൂടി ഈ മൊബൈൽ ഫോണിലുള്ള ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അതിജീവിതയുടെ അമ്മയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, താങ്ക് യു വിനീത VG. അമ്മയുടെ നെഞ്ചിലെ തീ നമുക്ക് മനസ്സിലാകും. പെൺകുട്ടിയുടെ ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ ഇവർ മറ്റിടങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ടെലഗ്രാം വഴി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി, ഒരു അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, അദ്ദേഹം നീതിമാനായ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തോട് നമുക്കുള്ള റിക്വസ്റ്റ്, അദ്ദേഹം ഗൗരവമായി അദ്ദേഹം ഇടപെട്ട് ഈ കാര്യത്തിൽ ഈ പ്രതികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കണം. മാത്രമല്ല ഇത്തരം പ്രതികൾ ഇറങ്ങി നടക്കാനുള്ള ഒരു സാഹചര്യം ഈ ഓണക്കാലത്തും കേരളത്തിൽ ഉണ്ടാകരുത് എന്നുകൂടി ഞങ്ങൾക്ക് അങ്ങയോട് പറയാനുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.